Okay, let's move on to the session two. This is about job opportunities after university graduation in Japan. Let me introduce myself. I am Nishad Peru. ഞാനിപ്പോൾ ഒരു R&D കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കമ്പനി ടോയോ ഇങ്ക് ജപ്പാൻ. ഞാനിവിടെ ജപ്പാനിൽ വന്നത് 2010 ഇവിടെ വന്ന് ആദ്യം PhD ഹൊക്കൈഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്ത് കെമിസ്ട്രിയിൽ. എൻ്റെ MSc ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ് അവിടെ നിന്നാണ് ചെയ്തത്. എൻ്റെ ഹോം ടൗൺ മഞ്ചേരി മലപ്പുറം. BSc കെമിസ്ട്രി ചെയ്തത് NSS കോളേജ് മഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. Okay, let me explain about my profession. Currently, I am working as a R&D manager. This is my company profile. I am working in Toyo Inc. Like it's a group company belongs to RTN. അത് 3 കമ്പനി കൂട്ടിയിട്ടുള്ളതാണ്. Toyo Inc, Toyo Chem, Toyo Color. We are the 4th largest ink manufacturer in the world. ഇത് ഫൗണ്ട് ചെയ്തത് 1896, ഏകദേശം 130 വർഷം മുന്നേ ഉണ്ടായതാണ്. അന്ന് സ്റ്റാർട്ട് ചെയ്തത് ന്യൂസ് പേപ്പർ ഇങ്ക് അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. As of now, there are more than 7,000 employees. Like in domestic, we have 13 branches, overseas 49 branches. ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ടോക്കിയോ. അവിടെ ഞങ്ങളുടെ മെയിൻ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ക് ആൻഡ് കോട്ടിങ്സ് ഫോർ ഡിസ്പ്ലേ പാനൽ. ഡിസ്പ്ലേ പാനലിൽ എവിടെ ഇങ്ക് എന്ന് ചോദിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ പാനൽ മൊബൈലിൻ്റെയും നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഡിസ്പ്ലേയിൽ RGB ഫിൽറ്റേഴ്സ് ഉണ്ട്. RGB റെഡ് ഗ്രീൻ ബ്ലൂ അതെല്ലാം ഇങ്കുകളാണ്, UV ക്യൂറിങ് ഇങ്കുകളാണ്. അത് വെച്ചിട്ടാണ് മൈന്യൂട്ട് ആയിട്ടുള്ള പാനൽസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ക് ഫോർ പ്രിന്റേഴ്സ്, അതേപോലെ പാക്കേജിങ്, ഫുഡ് പാക്കേജിങ് ഉണ്ട്, കോസ്മെറ്റിക്സ് എല്ലാത്തിനുള്ള ഇങ്ക്സ് ആൻഡ് കോട്ടിങ്സ്. അതുപോലെ തന്നെ ഓട്ടോമൊബൈലിനുള്ള ഇങ്ക്സ് ആൻഡ് കോട്ടിങ്സ്. Okay, let me explain something about Japan. Japan is a beautiful country with a beautiful people and an attractive culture, and also we have 4 beautiful seasons like spring. സ്പ്രിങ്ങിൽ ഇതുപോലെ സക്കൂറ നേരത്തെ ഹാഷിം എക്സ്പ്ലെയിൻ ചെയ്തില്ല. സക്കൂറ പ്രോഗ്രാംസ്, വാട്ട് ഈസ് സക്കൂറ? ഇതാണ് സക്കൂറ ട്രീ, ചെറി ബ്ലോസം. സമ്മറിൽ മൊത്തം ഇങ്ങനെ ഗ്രീനറി ആയിരിക്കും. പിന്നെ ഓട്ടം സീസൺ കളർഫുൾ ആണ്, യെല്ലോയിഷ് ആൻഡ് റെഡിഷ്. വിന്ററിൽ എല്ലായിടത്തും സ്നോ ഇല്ല, എന്നാലും ടോക്കിയോ ഭാഗത്തൊന്നും സ്നോ ഇല്ല, എന്നാലും മൗണ്ടെയിൻ സൈഡിലൊക്കെ ഫുള്ളി സ്നോ കവേർഡ് ആണ്. ഇതാണ് ജപ്പാന്റെ ഒരു വ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഓരോ സീസണിലേക്കും ഓരോ ഡ്രസ്സ് വേണം, ക്ലോത്ത്. തണുപ്പിലേക്ക് നമുക്ക് ജാക്കറ്റ് വേണം. അപ്പോൾ എല്ലാ സീസണിലും നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ജപ്പാനെ കുറിച്ച് there are many interesting facts about Japan. So these are the 3 interesting facts that surprised me. First one is ഒമത്തനാഷി കൾച്ചർ. അത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു കസ്റ്റമേഴ്സിനും ഗസ്റ്റിനും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്, അവർ ഗ്രീറ്റിങ്സ്. അതാണ് നമ്മൾ ഷോപ്പിലും ഓഫീസുകളിലൊക്കെ പോയാൽ അവർ നല്ല രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്യും. ഈവൻ നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ പോയാലും അവരുടെ അടുത്തു നിന്നുള്ള ഒരു ബിഹേവിയർ, അവരുടെ മാനർ, അത് വളരെ നല്ലതാണ്. അതാണ് ഒമത്തനാഷി കൾച്ചർ. അവരിങ്ങനെ ബോ ചെയ്തുകൊണ്ടൊക്കെ നമ്മളെ വെൽക്കം ചെയ്യും. ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ പങ്ക്ച്വാലിറ്റി, എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും, ബസ്, ടാക്സി, അതൊക്കെ എല്ലാം ഓൺ ടൈം ആയിരിക്കും. അതേപോലെ ഓഫീസുകളിലൊക്കെ മീറ്റിംഗ് ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു 10 minutes ബിഫോർ they will be there in the meeting room. അതുപോലെ തന്നെ വേറൊന്ന് ക്ലീൻലിനെസ്, സെയ്ക്കെറ്റ്സു എന്ന് പറയും ജാപ്പനീസിൽ. മെയിൻലി ഫോർ പബ്ലിക് ടോയ്ലറ്റ്സ്. പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ വളരെ ക്ലീൻ ആയിരിക്കും. ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സിലും ഷോപ്പിംഗ് സെന്റേഴ്സിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലൊക്കെ
എല്ലാം വളരെ ക്ലീൻ ആയിരിക്കും. പിന്നെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയാൽ അവിടെ ടോയ്ലറ്റ്സിൽ വെറും ടിഷ്യൂ പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ടിഷ്യൂ വാട്ടറും ഒക്കെ ആയിട്ട് നല്ല ഫുൾ ക്ലീൻ ആണ്. So this is about Japan. There are more things to say, but now we don't have much time. Okay, let me explain about job opportunities in Japan. Main ആയിട്ട് 4 types job opportunities ആണുള്ളത് ജപ്പാനിൽ. അതിലൊന്ന് ആദ്യം നമ്മൾ ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുക, അഡ്മിഷൻ എടുത്തിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ ഇയറിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വരും. അതല്ലെങ്കിൽ അപ്പോൾ തന്നെ കുറെ ജോബ് ഹണ്ടിങ് ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള റൈറ്റ്സിൽ കാണുന്ന ഇതുപോലെയുള്ള നല്ല ജാപ്പനീസ് കമ്പനികളിലേക്ക് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തത് ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ടാറ്റ കൺസൾട്ടൻസി അതേപോലെ ഇൻഫോസിസ് ഒക്കെ ഉണ്ടല്ലോ, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസ് അവര് ജപ്പാനിലേക്ക് ഓൺ സൈറ്റിൽ ഇങ്ങനെ കോൺട്രാക്ട് ബേസിൽ അവരുടെ കസ്റ്റമർ കമ്പനി ഉണ്ടാവും ജപ്പാനിൽ, അതിൽ അവർ അങ്ങോട്ട് സെൻഡ് ചെയ്യും 2 വർഷത്തേക്ക് 3 വർഷത്തേക്കോ. അതൊരു ഓപ്ഷനാണ്. എന്നിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജപ്പാനിലെ വേറെയുള്ള കമ്പനിയിലേക്ക് നമുക്ക് ജോബ് ചേഞ്ച് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, ഇതിപ്പോ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ജപ്പാനിലെ ചില IT ഫീൽഡിലുള്ള കമ്പനീസ് ആണ്, റാക്കുട്ടൻ, മെർക്കാരി പോലുള്ള കമ്പനീസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെയും ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇവര് they already have branches in India, so Rakuten India, Mercari India. So this is another option to get job in Japan. And the fourth one, like professionals in India through job portals. നമുക്ക് കുറെ ജോബ് പോർട്ടൽസ് ഉണ്ട് ഇവിടെ. അതുവഴി നമുക്ക് ജാപ്പനീസ് യൂണിവേഴ്സിറ്റിയിലേക്കായാലും യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ജോബ് ആയാലും കമ്പനി ഓറിയന്റഡ് ആയ ജോബ് ആയാലും ഈ ജോബ് പോർട്ടൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. Let me explain about campus recruitment option type 1. ഇത് മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ ജപ്പാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് അവിടെ ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി, അണ്ടർ ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ PhD ചെയ്യുന്നവർക്കുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ വരും. ഫൈനൽ ഇയറിലാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വരിക. അപ്പോൾ വാട്ട് കമ്പനീസ് ലുക്ക്, ദേ മെയിൻലി ലുക്ക് അവർ ജാപ്പനീസ് ലാംഗ്വേജ് സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ബാക്കിയുള്ളതൊക്കെ പ്രയോറിറ്റി കുറവാണ്. അപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മൾ റെഡിയാക്കണം. അതിലാണ് നമ്മുടെ പ്ലസ് പോയിന്റ് വരുന്നത്. അപ്പോൾ അതിന് ജാപ്പനീസ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഒരു N5 മുതൽ N1 വരെ ഇതാണ് ഒരു ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്നൊരു എക്സാം ഉണ്ട്. അത് പാസ്സാവണം. അത് N5 5 ലെവൽസാണ് ഉള്ളത്. അപ്പോൾ N5 ഏറ്റവും ലോ ലെവൽ, പിന്നെ മുകളിലേക്ക് പോകും തോറും ലെവൽ കൂടി വരുന്നത്. N2 N1 ഹയസ്റ്റ് ലെവലാണ്. അപ്പോൾ മെയിൻലി 90% ഓഫ് കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് ഈ N1 ആൻഡ് N2 ലെവലാണ്. അപ്പോൾ ഈ ജാപ്പനീസ് JLPT ടെസ്റ്റ് അത് ജപ്പാനിൽ ട്വൈസ് ഇൻ എ ഇയർ കണ്ടക്ട് ചെയ്യുന്നത്, ജൂലൈ ആൻഡ് ഡിസംബർ. അതുപോലെ തന്നെ ഇന്ത്യയിലും ഇത് ടെസ്റ്റ് സെന്ററുകളുണ്ട്. മുംബൈയിലുണ്ട്, ചെന്നൈ എല്ലായിടത്തും ഉണ്ട്. ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി, അങ്ങനെ 4 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ സെന്റർ ഉള്ളത്. അപ്പോൾ എബൌട്ട് ജാപ്പനീസ് ലാംഗ്വേജിനെ കുറിച്ചൊന്ന് പറയാം. ജാപ്പനീസ് ലാംഗ്വേജ് അതിന് 3 ടൈപ്സ് സ്ക്രിപ്റ്റ് ഉള്ളത്. ഒന്ന് ഹിരഗാന, കത്തക്കാന, കാഞ്ചി. അതിൽ കാഞ്ചി എന്ന് പറയുന്നത് ഏകദേശം ചൈനീസ് ക്യാരക്ടർ പോലെ തന്നെ. ബാക്കിയുള്ള രണ്ടും അത് ജാപ്പനീസ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സെന്റൻസ് സ്ട്രക്ചർ ജാപ്പനീസിന്റെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളൊരു വേർഡ് ഒരു സെന്റൻസ് എഴുതുമ്പോൾ അത് SVO, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റീവ് എന്നൊരു സ്ട്രക്ചറിലാണ് വരിക. ജോണി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ അറ്റ് 7 o'clock, ആ ഒരു സ്ട്രക്ചറിലാണ് വരുന്നത്.
അത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ SOV എന്നായി, അതായത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബായി. അപ്പൊ അതിന്റെ സബ്ജക്റ്റും വെർബും ഒക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അത് നമ്മൾ ജാപ്പനീസ് ലാംഗ്വേജ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ മലയാളമായിട്ട് ഏകദേശം സിമിലർ ആണ് ജാപ്പനീസ് ലാംഗ്വേജ്. അതായത് SOV പോലെ തന്നെ ഇവിടെ ജോണി എന്നുള്ളത് ജോണി ഇവിടെ വരുന്നു, ദിവസവും എന്നുള്ള അതിവിടെ മൈനിച്ചി എന്നുള്ളത് ഇവിടെ വരുന്നതിന് വന്നിട്ടുണ്ട്. പിന്നെ 7 മണിക്ക് എന്നുള്ളത് ഇവിടെ ഷിച്ചിജി, അവിടെ പ്രാതൽ അത് അസഗോഹ എന്ന ജാപ്പനീസിൽ പറയാം, അത് അവിടെ വന്നിട്ടുണ്ട്. കഴിക്കും എന്നുള്ളത് ഇവിടെ വന്നു. അപ്പോൾ ഒരു സെയിം ആണ്, ഏകദേശം സ്ട്രക്ചർ ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ട് സിമിലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാപ്പനീസ് ലേണിംഗ് ഇസ് ഈസി ഫോർ ഇന്ത്യൻ ആൻഡ് ഏഷ്യൻ. Okay, next is about employment status of international students in Japan. ഇതാണ് ഇവിടെ ജപ്പാനിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു സ്റ്റാറ്റസ്. ഇവിടെ ഇയർലി 30,000 സ്റ്റുഡൻസ് ആർ എംപ്ലോയിഡ് എവറി ഇയർ. ഇവിടെ ഒരു കുറവ് വന്നിട്ടുള്ള കോവിഡിന്റെ സമയത്താണ് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നാലും ഏകദേശം ഒരു 30,000 സ്റ്റുഡൻസ് എൻറോൾ ആവുന്നുണ്ട്. നെക്സ്റ്റ്, റീസൺസ് ഫോർ ഹയറിംഗ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. എന്തുകൊണ്ടാണ് അവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നത്? വൺ ഓഫ് ദ മെയിൻ റീസൺ അവര് ബിസിനസ്, ഓവർസീസ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഇന്ത്യയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അവർ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊന്ന് ഒരു എന്താ പറയാ ഡൈവേഴ്സിറ്റി, കമ്പനിയിൽ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് I will explain about job hunting schedule in in case of 2025. This is a schedule for 2025. This is only for Japanese and international students in Japan. അതിൽ 2025 ഏപ്രിലാണ് ജോബ് സ്റ്റാർട്ട് ചെയ്യുക. അതിലേക്ക് വേണ്ടി ആ അഡ്മിഷന് വേണ്ടിയിട്ട് 2024 മാർച്ചിൽ ഇതിന്റെ ഇന്റർവ്യൂ അതുപോലെ തന്നെ അപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഒരു 1 year ബിഫോർ ദേ വിൽ സ്റ്റാർട്ട്. അതിന്റെ മുന്നേ ഇന്റേൺഷിപ്പ് ഒരു 6 മാസം മുന്നേ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതായത് 2023 ഓഗസ്റ്റ് ഒക്ടോബർ ആ സമയത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇന്റേൺഷിപ്പ്. എന്നിട്ട് 2024 മാർച്ചിൽ കമ്പനിയുടെ ഒരു ബ്രീഫിംഗ് സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ കൂടെ അപ്ലിക്കേഷൻ സബ്മിഷൻ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. ജോബ് ഓഫർ ഏകദേശം ഒരു ഒക്ടോബർ ആകുമ്പോൾ നമുക്ക് ജോബ് ഓഫർ കിട്ടും. പിന്നെ ഒരു ഓൾമോസ്റ്റ് ഡിസംബർ ജനുവരി ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിസ നമുക്ക് ചേഞ്ച് ചെയ്യാം. സ്റ്റുഡൻറ് വിസയിൽ നിന്നും നമ്മുടെ എംപ്ലോയി വിസയിലേക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈമാണ്. എന്നിട്ട് April 1 മുതൽ നമുക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാം. And these are the major employment information websites. ഇത് ഓൺലി ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നവർക്കുള്ളതാണ്. ഇതെല്ലാം ജാപ്പനീസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. കമ്പനീസിന്റെ എല്ലാ ഇൻഫർമേഷനും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും എല്ലാം ഇതിൽ കിട്ടും. ഇനി പിന്നെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലും ജോബ് കിട്ടിയില്ലെങ്കിൽ ഡോണ്ട് വറി, നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ജോബ് ഹണ്ടിങ് വിസ. അത് ഏകദേശം 6 months ആണ്. അത് നമുക്ക് 1 year വരെ റിന്യൂ ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റി എന്ന് വെച്ചാൽ ദോസ് ഹു ആർ ഓൾറെഡി ഇൻ ജപ്പാൻ, അതായത് സ്റ്റുഡൻ്റ് ആയിരിക്കണം, ജപ്പാനിൽ ഉണ്ടായിരിക്കണം, സ്റ്റുഡൻ്റ് ആയിരിക്കണം, അതാണ് എലിജിബിലിറ്റി. ആവറേജ് ആനുവൽ സാലറി ഏറ്റവും കൂടുതൽ വരുന്നത് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയറിലാണ്. അത് അതിനുശേഷം പിന്നെ സയൻസ് ആൻഡ് ടെക്നിക്കൽ സർവീസ് വരുന്നുണ്ട്. മെഡിക്കൽ ഹെൽത്ത് കെയറിൽ ഏകദേശം 50 lakh ആണ് ഇയർലി സാലറി വരുന്നത്.
സയൻസ് ആൻഡ് ടെക്നിക്കൽ സർവീസിൽ 48 ലാക്ക് ഇന്ത്യൻ റുപ്പീസ്. ഒരു ഏകദേശം കണക്കാണ്, ആവറേജ് സാലറിയാണ്. അപ്പൊ എംപ്ലോയി ബെനിഫിറ്റ്സ്, അതായത് ഫ്ലെക്സിബിൾ ടൈം ആണ്. ഒരു കോർ ടൈം ഉണ്ട് എല്ലാ കമ്പനികളിലും. 8:30 മുതൽ 5 o'clock ആണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ടൈം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കുറച്ച് ലേറ്റായി, ഹാഫ് ആൻ അവർ ലേറ്റായി വരികയാണെന്നുണ്ടെങ്കിലും അത് ഈവനിങ് നമുക്ക് മേക്കപ്പ് ചെയ്യാം. പിന്നെ ബോണസ് ഉണ്ട്, ട്വൈസ് ഇൻ എ ഇയർ. സമ്മറിലും വിന്ററിലും ആയിട്ട് 2 തവണയായിട്ട് നമുക്ക് ബോണസ് കിട്ടുന്നുണ്ട്. പിന്നെ ഓവർ ടൈം പേയ്മെന്റ് അത് ഹയർ ദാൻ റെഗുലർ ഹവേഴ്സ് ആണ്. അതിന് പുറമെ പെൻഷൻ ആൻഡ് റിട്ടയർമെന്റ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 70% കവറേജ് ഓഫ് മെഡിക്കൽ കോസ്റ്റ് ആണ്. ബാക്കി 30% നമ്മൾ പേ ചെയ്യണം. പിന്നെ പെയ്ഡ് ലീവ് ഒരു നിയർലി 20 days പെർ ഇയർ ആണ്. അത് ഡിപ്പെൻസ് ഓൺ ദ കമ്പനി, ചിലതിന് മാറുന്നുണ്ട്. പിന്നെ പെറ്റേണിറ്റി ആൻഡ് മെറ്റേണിറ്റി ലീവ് കിട്ടുന്നുണ്ട്. പിന്നെ കെയർ ഗീവർ ലീവ് ആൻഡ് ചൈൽഡ് കെയർ ലീവ് കിട്ടുന്നുണ്ട്. പിന്നെ അതർ സപ്ലിമെന്റൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതർ ഫാമിലി ബെനിഫിറ്റ്സ് ഫ്രം ഗവൺമെന്റ്, ചൈൽഡ് അലവൻസ് ഉണ്ട് മന്ത്ലി. അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റി ആണ്. 10,000 മുതൽ 15,000 yen പെർ ചൈൽഡ് കിട്ടുന്നുണ്ട്. ഫോർ തേർഡ് കിഡ് ആണെന്നുണ്ടെങ്കിൽ തേർഡ് ചൈൽഡിന് ഏകദേശം 30,000 ചൈൽഡ് അലവൻസ് വരുന്നുണ്ട്. അതിന് പുറമെ ഫ്രീ മെഡിക്കൽ കെയർ ഫോർ കിഡ്സ് അണ്ടിൽ 15 years. അതായത് 70% കവറേജ് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. റിമൈനിങ് 30% കവർ നമുക്ക് ഈ മെഡിക്കൽ കെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ വക അത് ഫുൾ കവറേജ്, അതായത് ഫ്രീ മെഡിക്കൽ കെയർ കിട്ടും കുട്ടികൾക്ക്. അതിന് പുറമെ ചൈൽഡ് ബർത്ത് അലവൻസ്, ലംസം അലവൻസ് 5 lakh ടു കവർ ദ എക്സ്പെൻസ് ഓഫ് ഡെലിവറി. ദെൻ ഫ്രീ കൂപ്പൺ ഫോർ സ്പെഷ്യൽ വാക്സിനേഷൻ ആൻഡ് അതർ ഹെൽത്ത് ചെക്കപ്പ്. പിന്നെ സിംഗിൾ പാരന്റ് ചൈൽഡിന് അലവൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രീ കൗൺസിലിംഗ് ആൻഡ് ഹോം വിസിറ്റ് ഫോർ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്. അതർ ടൈപ്പ് 3 ഡയറക്ട് റിക്രൂട്ട്മെന്റ്, മൂന്നാമത്തെ തരം റിക്രൂട്ട്മെന്റ് ആണ്. അത് ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. റാക്പുട്ടൻ മെർക്കരി പോലെയുള്ള കമ്പനികൾ അവര് ഇന്ത്യയിൽ നിന്ന് പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ആണിത്. റാക്പുട്ടൻ ഇന്ത്യ, മെർക്കരി ഇന്ത്യ, അവർക്കും അവിടെയും ബ്രാഞ്ച് ഉണ്ട്. അവിടെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അവിടെ ഇന്ത്യൻ കമ്പനീസിൽ ജോയിൻ ചെയ്ത് ഇവിടെ ജപ്പാനിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ടൈപ്പ് 4 എന്ന് പറയുന്നത് ജോബ് പോർട്ടലാണ്. ജോബ് പോർട്ടൽ ഫോർ ഇന്ത്യൻ പ്രൊഫഷണൽസ് ആൻഡ് അതർ ഓവർസീസ് പ്രൊഫഷണൽസ്. ഇത് ഒരു 5 എക്സാമ്പിൾ ആണ്. daijob.com, അതേപോലെ ഗൈജിൻ പോർട്ട്, ജപ്പാന്റെ ലിങ്ക്ഡിൻ ജോബ്സ്. അതായത് ഇതെല്ലാം ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. പക്ഷെ അധികം ജോബിനും അവർ ജാപ്പനീസ് സ്കിൽ ചോദിക്കുന്നുണ്ട്. അല്ലാത്ത ഫുൾ 100% ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻ ഉള്ളതും വരുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ റിസർച്ചേഴ്സ് ആൻഡ് റിസർച്ച് സ്റ്റാഫിനും ഉള്ളത്, അതായത് റിസർച്ച് ഏരിയയിലുള്ള ജോബിനാണെന്നുണ്ടെങ്കിൽ JRSC.in പോർട്ടൽ, ആ ഒരു വെബ്സൈറ്റിൽ റിസർച്ച് ഓറിയന്റഡ് ജോബ് നമുക്ക് കിട്ടും. ദീസ് ആർ ദ കീ മെസ്സേജസ്. ലൈക്ക് ഒരു ജോബ്, ജപ്പാനിലൊരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എഡ്യൂക്കേഷൻ, ആഫ്റ്റർ ഡിഗ്രി, ജാപ്പനീസ് ഡിഗ്രിക്ക് ശേഷം ജാപ്പനീസ് ലാംഗ്വേജിന്റെ സ്കില്ലും വേണം. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബെറ്റർ ടു ലേൺ ബേസിക് ജാപ്പനീസ് ലാംഗ്വേജ് ഇൻ അഡ്വാൻസ്. അതായത് ജപ്പാനിലേക്ക് വരുന്നതിന്റെ മുന്നേ ഒരു ബേസിക് ജാപ്പനീസ് പഠിക്കുന്നത് നല്ലതായിരിക്കും. തേർഡ് വൺ, ജാപ്പനീസ് ലാംഗ്വേജിൽ എക്സ്പേർട്ട് ആവുക. ജപ്പാനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ജാപ്പനീസ് ലാംഗ്വേജിൽ ഒന്ന് എക്സ്പേർട്ടായി മാറുക. എന്നാൽ നമുക്ക് ഇവിടെയുള്ള കുറെ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം നമുക്ക് അത് കിട്ടും. അല്ലെങ്കിൽ പലതും മിസ്സായി പോകും ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിൽ. Yeah, that's all about my